അപ്പം നമ്മൾ നാളെ കൊണ്ട് നമ്മുടെ ഓണത്തിന് മുമ്പുള്ള ക്ലാസ് തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുന്നത് അറിയാം, ഗോപു വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ തുടങ്ങണം കേട്ടോ. അവധിക്കാലത്തിരുന്ന് റിവിഷൻ തുടങ്ങണം. ആദ്യത്തെ സെമ്മിൽ തോറ്റു പോകരുത്. അത് ഭയങ്കര പ്രധാനപ്പെട്ടാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പ്രോബ്ലമൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ ഏകദേശം പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രൂപ്പിലൊക്കെ പറഞ്ഞായിരുന്നു, നിങ്ങളോടും പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പ്രോബ്ലം എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, പിന്നെ ഗോസ് മാർക്കോസ് ഹൈപ്പോത്തസിസ് ഒക്കെ നിർബന്ധമായിട്ട് ചോദിക്കും. അതൊക്കെ നോക്കി പഠിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ. മാക്രോ നമ്മൾ നിലവിലുള്ള നോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. അതിൻ്റെ അകത്തു നിന്നുള്ള നമുക്ക് ചോദിച്ച് പാസ്സാകാൻ പറ്റും. പിന്നെ കോവിഡിൻ്റെ കേസിൽ കുറേ കൺസെഷനൊക്കെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് തൊട്ടുമ്പോൾ അല്ലാതെ ഫൈനലൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ കൺസെഷൻ ഉണ്ടോയെന്ന്. പരീക്ഷയ്ക്ക് ഒരാഴ്ചക്ക് നമുക്ക് ആ സ്റ്റാറ്റസ് അറിയാൻ പറ്റുമായിരിക്കും. നിലവിലുള്ള കൺസെഷൻ കോവിഡ് അപ്പം ആൻസർ ഒക്കെ ചെയ്യുന്നില്ല, അതൊക്കെ ഉണ്ടല്ലോ എന്ന് നമുക്കറിയാൻ പറ്റും. ഒരു സെക്കൻഡ് മിനിമൈസ് ചെയ്ത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ കണ്ട ക്ലാസ്, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് അത് ഏതാണെന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം, റിപ്പീറ്റ് ചെയ്യാം. അത് എന്താണ്, നമ്മുടെ കോമ്പോസിഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ട്രേഡാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് കോമ്പോസിഷൻ ഓഫ് വാട്ട് വി ക്യാൻ സേ എക്സ്പോർട്ട് ഉണ്ട്, ഇമ്പോർട്ട് ഉണ്ട്, സോറി കേട്ടോ. അപ്പം നമ്മുടെ എക്സ്പോർട്ടിൽ എന്തൊക്കെ ഐറ്റമാണ് യഥാർത്ഥത്തിന് പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ് ആണ് കൂടുതൽ. മാനുഫാക്ചറിങ് എഴുതി കേട്ടോ, മാനുഫാക്ചറിങ്. അതിന് തന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അതല്ലാതെ എക്സ്പോർട്ടിൻ്റെ പിന്നെ എന്താ വരുന്നത്, ജെംസ് ആൻഡ് ജ്വല്ലറി ഉണ്ട്, പെട്രോളിയം ഗുഡ്സ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പ്രധാനപ്പെട്ട റോളിലാണ് വരും. പിന്നെ ഈ കോമ്പോസിഷൻ ഓഫ് ഇമ്പോർട്ടിൻ്റെ അകത്തോ, കോമ്പോസിഷൻ്റെ അകത്ത് ഇമ്പോർട്ട് നമ്മൾ എന്തൊക്കെയാണ്, ക്രൂഡ് ഓയിൽ, ക്യാപിറ്റൽ ഗുഡ്സ്, പിന്നെ എന്താണ് ഇലക്ട്രോണിക്സ്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽസ് ഉണ്ട്. ഇതെല്ലാമാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ട് ഐറ്റം. ഓക്കെ, അപ്പോൾ അത് കോമ്പോസിഷനാണ്. പിന്നെ ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിലേക്കാണ്. ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് ഈസ്റ്റ് ഏഷ്യ. അതിൽ തന്നെ ഈസ്റ്റ് ഏഷ്യയാണ് കൂടുതൽ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ OECD, പിന്നെ അടുത്തത് OPEC അല്ലേ. ഇതെല്ലാം ഇന്ത്യയുടെ എക്സ്പോർട്ടാണ്. പിന്നെ ഇമ്പോർട്ടും കൂടുതൽ ഡെവലപ്പിംഗ് കൺട്രീസിനാണ്. അതിൻ്റെ അകത്ത് പിന്നെ OPEC രണ്ടാമത്തെ പ്രധാനപ്പെട്ട റോളുണ്ട്. OECDക്കും അത്രയും തന്നെ പ്രധാനപ്പെട്ട റോളുണ്ട്. അപ്പം ഇതെല്ലാമാണ് ഇന്ത്യയുടെ കോമ്പോസിഷൻ ഓഫ് എക്സ്പോർട്ട്, കോമ്പോസിഷൻ ഓഫ് ഇമ്പോർട്ട്, ഡയറക്ഷൻ ഓഫ് എക്സ്പോർട്ട്, ഡയറക്ഷൻ ഓഫ് ഇമ്പോർട്ട്സ്. പിടിയിട്ടില്ല. ഓക്കെ, ഇത് നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ എഴുതണം. നമ്മൾ ചോദിക്കുകയും ചെയ്യും, എസ്സേ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടങ്ങിയായിരുന്നു എന്തൊക്കെയാണ് ഇന്ത്യ, എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇന്ത്യ കോമ്പോസിഷനിൽ നമ്മൾ തുടങ്ങിയത്, ഏതൊക്കെ കോമ്പോസിഷൻ ഓഫ് ട്രേഡ് എങ്ങനെയാണ്, ഒരു സെക്കൻഡേ, കോമ്പോസിഷൻ ഓഫ് ട്രേഡ് എങ്ങനെയാണ്, എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട എക്സ്പോർട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങി. ട്രേഡിൻ്റെ അകത്ത് രണ്ട് സംഭവങ്ങളാണെന്ന് നമ്മൾ വിചാരിച്ചോണം. ഒന്ന് എക്സ്പോർട്ടും പിന്നെ രണ്ട് ഇമ്പോർട്ടും. ഓക്കെ, എക്സ്പോർട്ടും, ഒരു സെക്കൻഡേ, ഓക്കെ, എക്സ്പോർട്ടും ഇമ്പോർട്ടും. അപ്പോൾ ഇത് നമ്മൾ എക്സ്പോർട്ടിൻ്റെ കാര്യമൊക്കെ നോക്കുന്നത് കണ്ടോ. മാനുഫാക്ചറിങ് എത്രയുണ്ട്, 88%. നോക്കട്ടെ, 88%. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുണ്ട്. പ്രൈമറി കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഗ്രികൾച്ചറും മെറ്റൽസ് ആൻഡ് മിനറൽസും കൂടെ ചുമ്മാ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസമൊക്കെ കൊണ്ടിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അഗ്രികൾച്ചറും മിനറൽസ്. അതുകൊണ്ട് അതിനെ പ്രൈമറി കമ്മോഡിറ്റീസ് പറയും. പിന്നെ ലെതർ ഐറ്റംസ് മാനുഫാക്ചറിങ് ഐറ്റംസ്, ലെതർ തൊട്ട് അതർ കമ്മോഡിറ്റീസ് വരെ നമ്മൾ മെൻഷൻ ചെയ്തേക്കുക. വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 5, 6, 5, 8, 10, 12 വർഷത്തിൽ ഇത് വലിയ മാറ്റമൊന്നും വരില്ല. ആദ്യമായിട്ട് നമ്മൾ കോമ്പോസിഷൻ ഓഫ് എക്സ്പോർട്ട് കണ്ടു. ഇതിൻ്റെ ടേബിളാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ഐറ്റം ഏതാണ്, എഞ്ചിനീയറിംഗ് ഗുഡ്സാണ്. 25%. ഇന്ത്യയുടെ മൊത്തം എക്സ്പോർട്ടിൻ്റെ 25% എഞ്ചിനീയറിംഗ് ഗുഡ്സാണ്. അത് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി കുറച്ച് എക്സ്പോർട്ടിൻ്റെ അകത്ത് തന്നെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ഐറ്റം ഏതാണ്, മാനുഫാക്ചറിങ് ഗുഡ്സ് പ്രധാനപ്പെട്ട എക്സ്പോർട്ട് തന്നെ. മാനുഫാക്ചറിൻ്റെ അകത്ത് തന്നെ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് കംപ്രൈസസ്, ഏതൊക്കെ ഐറ്റങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതിലേറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് ഗുഡ്സാണ്. നമ്മൾ 25% എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. പിന്നെ അതുപോലെ എഞ്ചിനീയറിംഗ് ഗുഡ്സിൻ്റെ ഷെയർ കൂടുന്ന അതുപോലെ എഞ്ചിനീയറിംഗ് ഗുഡ്സിൻ്റെയും ഇലക്ട്രോണിക്സ്
അതിൻ്റെ രണ്ടിൻ്റെയും ഷെയർ കൂടുന്നുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. പിന്നെ നമ്മൾ വിദേശത്ത് നിന്ന് ഒരു സംഭവങ്ങളൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് അതിനെ ഇച്ചിരി രൂപ മാറ്റി തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നതിനെ നമ്മൾ വാല്യൂ ആഡഡ് എക്സ്പോർട്ട് എന്ന് പറയും. അത് ജെംസ് ആൻഡ് ജ്വല്ലറിയിലും ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസിലുമാണ്. ഓക്കെ, ഓർക്കുന്നില്ല നമ്മൾ ഇന്നലെ പറഞ്ഞു. ഓക്കെ, പിന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സിൻ്റെ ഒരു ട്രെൻഡിങ്ങിൻ്റെ ഡയഗ്രാമായിട്ട് കാണിച്ചേക്കുന്നുണ്ടെങ്കിൽ ഫിഗേഴ്സ് ഒന്നും പ്രധാനപ്പെട്ടതല്ല. ജസ്റ്റ് 78 എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെച്ചു. 78 ബില്യൺ 2019, 83 ബില്യൺ 2018 എന്നൊക്കെ നമുക്കിങ്ങനെ ഓർത്തിരിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒറ്റ ഫിഗേഴ്സ് ഓർത്തിരുന്നാൽ മതി. ബാക്കി 78 ബില്യൺ ഔട്ട് ഓഫ് ഹൗ മച്ച് $321 ബില്യൺ ടോട്ടൽ എക്സ്പോർട്ട്. ഓക്കെ, ഇവിടെ കിട്ടില്ല. ഇനി അഗ്രികൾച്ചറിൻ്റെ അകത്ത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മറൈൻ പ്രോഡക്ട്സ് അതൊക്കെ നമ്മൾ കണ്ടു. ഇന്നലെ കണ്ട കാര്യങ്ങൾ അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇലക്ട്രോണിക്സ് എക്സ്പോർട്ടും ഇന്ത്യ നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി മാനുഫാക്ചറിങ് എക്സ്പോർട്ടിൻ്റെ അകത്ത് ഇതെല്ലാം ഐറ്റങ്ങളുണ്ട്. ടെക്സ്റ്റൈൽസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് ഗുഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ അവർ ടെക്സ്റ്റൈൽസ്, കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് എല്ലാം നമ്മൾ മാനുഫാക്ചറിങ് അകത്താണ് വരുന്നത്. 88% അതാണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാത്സൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള അവരുടെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അഗ്രികൾച്ചർ പ്ലസ് പ്രൈമറി എക്സ്പോർട്ടിൽ നിന്ന് നമ്മൾ മാനുഫാക്ചറിങ് എക്സ്പോർട്ടിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. മാനുഫാക്ചറിങ് തന്നെ പലതരം മാനുഫാക്ചർ ഉണ്ട്. അതിലൊന്നാണ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ തുണിത്തരങ്ങളാണ്. ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിരുന്നു പണ്ട് നമ്മുടെ ഇന്ത്യ. പിന്നെ അതൊക്കെ മാറി. ഇപ്പോൾ ഇന്ത്യക്കാളും കൂടുതൽ ബംഗ്ലാദേശ് തുണിത്തരങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശ് ഭയങ്കര കയറി വരും. ചീപ്പ് ലേബറൊക്കെ വെച്ചായിരിക്കും ഭയങ്കരമായിട്ട് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചൈന ഭയങ്കരമായിട്ട് എക്സ്പോർട്ട് ചെയ്യും, നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ ടെക്സ്റ്റൈലിൻ്റെ കേസിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന എഡ്ജ് എനിക്ക് നഷ്ടപ്പെട്ടു. കിറ്റെക്സിൻ്റെ കാര്യം പറയാനില്ല. കിറ്റെക്സൊക്കെ ഭയങ്കരമായിട്ട് ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രൊഡക്റ്റ് ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടാണ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഇന്ത്യയുടെ ഇൻഡസ്ട്രിയുടെ പൊതുവെയുള്ള സ്വഭാവമല്ല. മലയാളികൾക്ക് പറ്റിയേക്കും. പക്ഷേ നമ്മൾ പലയിടത്തും പോയി കഴിയുമ്പം നോർത്തിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ആ പ്രൊഡക്റ്റ് ക്വാളിറ്റി അവരങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഭയങ്കര കുറഞ്ഞു പോകുന്നു എല്ലാ കാര്യങ്ങളിലും. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റൈൽസൊക്കെ നമുക്ക് മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാവുന്ന ലോ ക്വാളിറ്റി മാനുഫാക്ചറിങ് ആണ്. വലിയ ഇൻഡസ്ട്രി എന്നൊക്കെ പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ വിളിക്കാമെന്നുള്ളൂ. ശരിക്കും മാനുവൽ ലേബർ ആണല്ലോ എൻ്റെ ഒരു പ്രധാനപ്പെട്ട. പക്ഷെ നമ്മൾ അതുപോലെ തന്നെയാണോ നമ്മൾ ഏതെങ്കിലും മെഷീൻസൊക്കെ ഉണ്ടാക്കുന്നത്, മെഷീൻസ്, ഇലക്ട്രോണിക് പ്രൊഡക്ട്സ്, അതിൻ്റെ അകത്തൊക്കെ മനുഷ്യൻ്റെ സേവനം ഭയങ്കര കുറച്ച് മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് പിന്നെയും കുറവാണ്. അപ്പോൾ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാലും അതൊരു ഒരുപോലെയല്ല. പഴവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപോലെയാണോ? അല്ലല്ലോ. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയല്ല. അതിൻ്റെ അകത്ത് ഒത്തിരി ചില ലേബർ ഓറിയൻറ്റഡ്, ചില ടെക്നോളജി ഓറിയൻറ്റഡ്, ചില നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ ചിലത് ഭയങ്കര പേറ്റൻ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ ടെക്സ്റ്റൈൽസ് അല്പം ഡിസഡ്വാൻറ്റേജ് പൊസിഷനാണ്. പക്ഷേ ഫാർമസ്യൂട്ടിക്കൽ ഭയങ്കര മികച്ചതാണ്. എഞ്ചിനീയറിംഗ് ഗുഡ്സിലൊക്കെ പൊതുവെ കുഴപ്പമില്ല എന്നാണ്. ഓക്കെ, അതുപോലെ പ്രധാനപ്പെട്ട ഐറ്റമാണ് പെട്രോളിയം ഗുഡ്സ്. ഒരിക്കലും നമ്മൾ കൺഫ്യൂസ്ഡ് ആണല്ലോ. ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം, പിന്നെ അങ്ങനെ പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത അറിയാം, നമ്മൾ കുവൈറ്റിലേക്ക് വരെ പെട്രോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് തന്നെയാണ്. ക്രൂഡിൻ്റെ അകത്ത് എന്തുണ്ടാക്കും? പെട്രോൾ ഉണ്ടാക്കും, ഡീസൽ ഉണ്ടാക്കും, പിന്നെ എന്തുണ്ടാക്കും? പിന്നെ ഏവിയേഷൻ ടർബൈൻ ഓയിൽ ഉണ്ടാക്കും, പിന്നെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ, പിന്നെ എന്തുണ്ടാക്കും? പിന്നെ വേറെ ഉണ്ടല്ലോ, വേറെ ഗ്രീസ് ഉണ്ടാക്കും. പിന്നെ വേണമെങ്കിൽ അല്ലാതെ LPG അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ അതുണ്ടാക്കാം. പിന്നെ അതല്ലാതെ ടാർ ഉണ്ടാക്കാം. ഏറ്റവും സാധനം കരി ഇങ്ങനെ അതിൻ്റെ നിന്ന് വരും. ഇത്രയും സാധനങ്ങൾ നമ്മൾ ക്രൂഡ് ഓയിൽ നിന്ന് ഉണ്ടാക്കും. ക്രൂഡ് എന്ന് പറഞ്ഞാൽ അസംസ്കൃത എണ്ണ. അതിവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്യും. ഇന്ത്യ ഇഷ്ടമുള്ള റിഫൈനറി ഉണ്ട്. ആ റിഫൈനറിൽ നിന്ന് റിഫൈൻ ചെയ്ത് പെട്രോളും ഡീസലും വേണമെങ്കിൽ നമുക്ക് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കയറ്റുമതി ഐറ്റത്തിന് നമ്മുടെ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് ഒന്നും ബാധകമല്ല. പക്ഷേ അന്നേരം ഒരു പക്ഷേ 48 രൂപയ്ക്കായിരിക്കും 1 ലിറ്റർ പെട്രോൾ കുവൈറ്റിലോട്ട് കയറ്റുമതി ചെയ്യുന്നത്. കുവൈറ്റിൽ അവരങ്ങനെ റിഫൈനിങ് കമ്പനികളെയൊന്നും അനുവദിക്കാത്തത് കൊണ്ടോ പൊല്യൂഷൻ വരുന്നത് കൊണ്ടോ ഒക്കെ അവർ റിഫൈനിങ് കുറവായിരിക്കും. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വേണമെങ്കിൽ ക്രൂഡല്ല പെട്രോൾ കുറച്ച് വേണമെങ്കിൽ എങ്ങോട്ട് കൊടുക്കാം? നമ്മുടെ കുവൈറ്റിലേക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പെട്രോളിയം പ്രോഡക്ട്സ് കേട്ടോ. പിന്നെ ജെംസ് ആൻഡ് ജ്വല്ലറി നമ്മൾ അതുപോലെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഇമ്പോർട്ട് എന്തൊക്കെ ഐറ്റങ്ങളാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. കമ്പയർ ടു എക്സ്പോർട്ട് കോമ്പോസിഷൻ, ഇമ്പോർട്ട് കോമ്പോസിഷൻ ഹാസ് നോട്ട് ചേഞ്ച് മച്ച് ഓവർ ദ ലാസ്റ്റ് 1 or 2 decades. കഴിഞ്ഞ 1-2 ഡിക്കേഡ്സ് എന്നുണ്ടാകും. പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് കോമ്പോസിഷൻ ഭയങ്കരമായിട്ട് മാറിയിട്ടില്ല. എക്സ്പോർട്ട് കോമ്പോസിഷൻ ഭയങ്കരമായിട്ട് മാറി. എഞ്ചിനീയറിംഗ് ഗുഡ്സ് വന്നു, ഇലക്ട്രോണിക് ഗുഡ്സ് ഒരല്പമൊക്കെ കയറി വരുന്നത്, ടെക്സ്റ്റൈൽസിൻ്റെ റോള് കുറഞ്ഞു. ജെംസ് ആൻഡ് ജ്വല്ലറി പ്രധാനപ്പെട്ടായിരുന്നു. അത് ഇച്ചിരി റോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് വളരെ പ്രധാനപ്പെട്ട. ഹാൻഡിക്രാഫ്റ്റ് ഭയങ്കര താഴ്ത്തു പോയി. ഇന്ത്യ എക്സ്പോർട്ട് കൂടുതൽ ഹാൻഡിക്രാഫ്റ്റിലായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എക്സ്പോർട്ടിൽ കോമ്പോസിഷൻ മാറ്റം വന്നു. പക്ഷേ ഇമ്പോർട്ട് കോമ്പോസിഷൻ എപ്പോഴും 1 നമുക്ക് സംശയമില്ല. ക്രൂഡ് ഓയിൽ 2 വലിയ സംശയമില്ല. ക്യാപിറ്റൽ ഗുഡ്സ് 3 ഇപ്പം ഇലക്ട്രോണിക് ഗുഡ്സ് വന്നാണ് പ്രധാനപ്പെട്ട. നേരത്തെ 3ാമത്തെ സാധനം ഗോൾഡിനായിരുന്നു. നമ്മളൊക്കെ സ്വർണ്ണക്കടയിൽ പോയി സ്വർണ്ണം മേടിക്കില്ലേ, അതായിരുന്നു ഏറ്റവും. 2ാം സ്ഥാനം വരെ ഗോൾഡിന് വന്നിട്ടുണ്ട്.
അത് 2013 കണ്ടാണ്. സ്വർണ്ണത്തോടുള്ള ഭ്രമം കാരണം സ്വർണ്ണം ഇമ്പോർട്ട് ചെയ്യാൻ $55 ബില്യൺ ഒരു വർഷം ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു 28-30 ബില്യൺ സ്വർണ്ണം ഇമ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വിശ്വാസം. അപ്പം ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള രാജ്യം ഇന്ത്യ കേട്ടോ. സ്വർണ്ണം മേടിച്ച് വെച്ചതുകൊണ്ടല്ല, അല്ലാതെ സ്വാഭാവികമായിട്ട് സ്വർണ്ണം കുഴിച്ചെടുക്കുന്നതുകൊണ്ടൊന്നും അല്ല. അപ്പം സ്വർണ്ണം ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. പക്ഷേ അത് ഇപ്പോൾ 1, 2, 3 സ്ഥാനം ഇവയ്ക്കല്ല, സ്വർണ്ണത്തിനല്ല. നമ്മൾ കണ്ടു ഏതൊക്കെ ഐറ്റമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി കോമ്പോസിഷൻ ഓഫ് ഇമ്പോർട്ട്സ്. ബേസിക് ഐഡിയ അബൌട്ട് ദാറ്റ്. ഓക്കെ, റൈറ്റ്. നൗ ക്രൂഡ് ഓയിൽ കണ്ടിന്യൂസ് ടു ദി ലാർജസ്റ്റ് ഇമ്പോർട്ട് ഐറ്റം. ഒരു സെക്കൻഡ് പറയാൻ നോക്കട്ടെ. Crude oil continues to be the largest import item of the country, but the dynamic items are capital goods and electronics, as the import value of these two items are going up consistently over the last decade. അതാണ് ഈ നമ്മൾ പറയും ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അറിയാം. ഈ അടുത്ത കാലങ്ങളിൽ വലിയ ചേഞ്ച് വന്നതെന്ന് അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്ത്യയുടെ ഇലക്ട്രോണിക് ഗുഡ്സ് 200 ബില്യൺ ആകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ഈ 200 ബില്യൺ ആയിക്കഴിഞ്ഞാൽ എന്നാ ഒരു അവസ്ഥയില്ല. അത്രയും ആകാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്തെങ്കിലും കമ്പ്യൂട്ടർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ, ലാപ്ടോപ്പ്, എന്തെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന വിദേശ കമ്പനികളെ ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ പേരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഭയങ്കരമായിട്ടും കുറവാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് ഐറ്റം. അത് ഇലക്ട്രോണിക് ഐറ്റം കൂട്ടാൻ വേണ്ടി ഗവൺമെൻറ് PLI എന്ന് പറഞ്ഞ സ്കീം കൊണ്ടുവന്ന് നമ്മൾ കണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മെഷീനറിയാണ്. ദ സിഗ്നിഫിക്കൻറ്റ് ഷെയർ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ട്സ് ഇൻ ദി ഫോം ഓഫ് കെമിക്കൽസ് ഓൾസോ നോട്ടബിൾ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ അതിൽ കൂടാതെ എന്ത് ചെയ്യുന്നു, ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ടിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കെമിക്കൽസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കെമിക്കൽസിൻ്റെ ഇമ്പോർട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുക. 2 largest import items are crude oil and electronic goods. These two are constitute nearly 40% of the total import bill in recent years. രണ്ടും കൂടെ കൂടിയ 40% ആണ് ഇന്ത്യൻ ഇമ്പോർട്ട് ബിൽ. ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് കോൺസെപ്റ്റ് 28%. വൺ തേർഡ് വരുമോ ഇല്ലല്ലേ? 1/5 വരുമോ? അല്ല 1/3 വരുന്നു. 1/4 അല്ല 1/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ 1/3 വേണമെങ്കിൽ വരും എന്ന് വേണമെങ്കിൽ പറയാം 2/7 വരുമായിരിക്കും. അത്രയല്ല, അത് കൂടുതൽ 1/3 എന്ന് കൂട്ടിക്കും. അപ്പോൾ 28% വരും. ദ സെക്കൻഡ് മേജർ ഇമ്പോർട്ട് ഐറ്റം ഈ ഇലക്ട്രോണിക് ഗുഡ്സ്. ഫോർ 2009 ഇലക്ട്രോണിക് ഗുഡ്സ് ഇമ്പോർട്ട് ബിക്കെയിം ഹയർ ദാൻ ദാറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. 1920 മെഷീനറി ഇമ്പോർട്ട്സിനേക്കാളും കൂടുതൽ ഇലക്ട്രോണിക് ഐറ്റങ്ങൾ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തു. ദിസ് ട്രെൻഡ് ഈസ് എ വാർണിംഗ് ഫോർ ദ കൺട്രി ടു പ്രൊഡ്യൂസ് ഇലക്ട്രോണിക് ഐറ്റംസ് ഡൊമസ്റ്റിക്കലി. അപ്പം നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാണല്ലോ എന്നും ചൈന സാധനങ്ങൾ നമ്മൾ മേടിച്ചുകൊണ്ടേയിരിക്കും ഇലക്ട്രോണിക്സിൽ. അപ്പോൾ ഈയിടെ പത്രത്തിൽ വായിച്ചായിരുന്നോ അതായത് നമ്മളെ നാവിഗേഷൻ ഇല്ലേ, ബോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ പുറത്ത് ആ നാവിഗേഷൻ നമ്മൾ ചൈന നാവിഗേഷൻ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ബോട്ടിൻ്റെയും നാവിഗേഷൻ അവർക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് അറിയാൻ പറ്റും. കാരണം ക്ലൗഡ് ബേസ്ഡ് ആണ്, GPS ബേസ്ഡ് ആണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ചൈനീസ് പ്ലാറ്റ്ഫോംസ് ആണ്. അതുകൊണ്ട് അതിന് ഭയങ്കര റിസ്ക് ഉണ്ടെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ലോക്കലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ദ തേർഡ് ലാർജസ്റ്റ് ഇമ്പോർട്ട് ഐറ്റം ഈസ് ക്യാപിറ്റൽ ഗുഡ്സ് with a share of 8%. Capital goods including machinery, machine tools, transport equipment, project goods, optical including transport equipments have also been shown significant volume in recent years. Okay, in the case of agriculture goods, India's exports are very low. Imports are very low. അപ്പോൾ ഇന്ത്യയുടെ ഇമ്പോർട്ട് ഭയങ്കര കുറവാണ്. ഒരു സെക്കൻഡ്, ഭയങ്കര കുറവാണ് ഇതിൻ്റെ കേസിൽ നമ്മുടെ അഗ്രികൾച്ചർ ഐറ്റത്തിൻ്റെ കേസിൽ. നേരത്തെ നമ്മൾ ഒത്തിരി സംഭവങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ അത്രയും ഇല്ല. ഒരു സെക്കൻഡ്, ഞാൻ സെറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഡിലീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഒരു സെക്കൻഡ്, ഇനി ഇൻ ദി കേസ് ഓഫ് അഗ്രികൾച്ചർ ഗുഡ്സ് നമ്മൾ പറഞ്ഞല്ലോ ഇമ്പോർട്ട് ഭയങ്കര കുറവാണ്. നമുക്ക് അതിൻ്റെ 2 പ്രധാനപ്പെട്ട ഇമ്പോർട്ട് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് പൾസസ്. എന്താണ് പൾസസിന് മുമ്പ് ഞാൻ എഡിബിൾ ഓയിൽ എഴുതാം. എഡിബിൾ ഓയിൽ 2 പൾസസ് കേട്ടോ. ഏതാണ് പൾസസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? പയറുവർക്കം. ഉഴുന്നൊരു പയറുവർക്കമാണോ? ഉഴുന്നൊരു പയറുവർക്കമല്ല, ആണെന്ന് വിചാരിച്ചാൽ ഞാൻ ആയിരുന്നത്. അല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും കേട്ടോ. പൾസസ്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പൾസ് കൺസ്യൂം ചെയ്യുന്ന രാജ്യം. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പൾസ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം. ചന്ന എന്ന് പറഞ്ഞൊരു പൾസ് ഉണ്ട്. രാജ്മ എന്ന് പറഞ്ഞൊരു പൾസ് കേട്ടിട്ടുണ്ടോ? രാജ്മ ഭയങ്കര വലുതാണ്. വരയ്ക്കും. ഇതാണ് രാജ്മ, ഭയങ്കര വലുതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം എടുത്ത് കഴിക്കാൻ മാത്രമുണ്ട്. കപ്പലിൻ്റെയും
അത്രയും അണ്ടിപ്പരിപ്പിൻ്റെ അത്രയും മുഴുപ്പുണ്ട് രാജ്മ. അതിൻ്റെ കളർ ബ്രൗൺ ആണ്, നമ്മളൊരു റെഡിഷ് ബ്രൗൺ ആണ് അതിൻ്റെ ഒരു കളറ്. മഹാരാഷ്ട്രയിലാണ് അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. വേവാൻ ഭയങ്കര പാടാണ്. ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വലിയ കാര്യത്തിന് അതിൻ്റെ ഓർഗാനിക് കിട്ടി എടുത്ത് പോയപ്പോൾ അതുകൊണ്ട് വേവിക്കാൻ നോക്കിയിട്ട് നമ്മൾ ഒരുമാതിരി ചില കപ്പ ഒഴുകിയ പോലെ കിടന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്തില്ല. പിന്നെ നമ്മൾ കടിച്ച് തിന്നേണ്ടി വന്നു. അപ്പം കടിച്ച് തിന്നുമ്പോൾ തേങ്ങാക്കൊത്ത് കടിച്ച് തിന്ന പോലെ കടിച്ച് തിന്നേണ്ടി വന്നു. വെന്തില്ല. ഇത് നല്ല കൂടുതൽ സമയം വേവിക്കണം. അപ്പോൾ ഈ നോർത്തിലൊക്കെ രാജ്മ ഭയങ്കര പോപ്പുലറാണ്, പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ട് ഐറ്റമാണ്. ഇപ്പോൾ നോർത്തിൽ പയർ ഭയങ്കര, കാരണം മീറ്റ് ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പയർ ഇനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് രാജ്മ. കടയിൽ പോകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണായിരിക്കും. ഞാനിത് എന്തെല്ലാം നോക്കാൻ വേണ്ടി മേടിച്ചത്. അപ്പോൾ നല്ല കേട്ടോ, നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലൊക്കെ ഉണ്ട്. വയറ് നിറഞ്ഞ് എന്തോ ഡൈജഷൻ ഇച്ചിരി പയ്യൊക്കെ നടക്കുന്നതിന് നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് വരും. ഒന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ പൾസ് ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സോ പൾസും ഇന്ത്യയുടെ ഇക്കോണമിയും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അത് നോർത്തിലെ കാര്യം അങ്ങനെയാണ്. നമ്മളൊക്കെ ഇറച്ചി മീനും കഴിയും, അവർ പൾസിലേ കഴിക്കുള്ളൂ. നോർത്തിൽ എന്ത് പോയാലും നമ്മൾ രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ആലു പൊറോട്ട, അതിൻ്റെ കൂടെ പൾസൊക്കെ ഈ രാജ്മയൊക്കെ ഉണ്ട് വേവിച്ച് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ വേറൊരു വെജിൻ്റെ കൂടെ മിക്സൊക്കെ ഇട്ട് അവർ തരും. ഇതൊക്കെ ഞാൻ പഠിച്ചത് അവിടെ പോയിട്ടല്ല കേട്ടോ, ഈ ട്രാവൽ വീഡിയോ കണ്ട. അപ്പോൾ അന്നേരം രാജ്മയുടെ കാര്യം അവർ ഒത്തിരി പറയുന്നുണ്ട്. അപ്പം ഇന്ത്യക്ക് പറ്റിയ പൾസൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യ പൾസ് ഉണ്ടാകാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇന്ത്യക്കാരാണല്ലോ. അപ്പം ഇന്ത്യയുടെ മാർക്കറ്റ്, ഇന്ത്യ പൾസ് പ്രൊഡക്ഷൻ ഭയങ്കര ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു. 15 to 18 മില്യൺ ടൺസാണ് ഏകദേശം ഒരു 2018 വരെ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 15 to 18 മില്യൺ ടൺസ് ഇത് പോരാ. അപ്പം നമ്മളൊരു 6 മില്യൺ ടൺസ് എപ്പോഴും ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇന്ത്യക്ക് പറ്റിയ പൾസ് ഇന്ത്യക്ക് വേണമല്ലോ ഇമ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇന്ത്യക്ക് പറ്റിയ പൾസ് ഉണ്ടാക്കുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട്. ബ്രസീൽ, കാനഡ, ഉക്രൈന, ഇവരുടെയൊക്കെ ജോലി ഉണ്ടല്ലോ പൾസ് ഉണ്ടാക്കുക. അവിടെയെങ്കിലും പൾസ് ആരും കഴിക്കുകയൊന്നുമില്ല. ഒന്ന് സാമ്പിൾ നോക്കാൻ പോലും ആരും കഴിച്ച് നോക്കില്ല. എന്നിട്ട് ആ പൾസൊക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇരിക്കും ഇന്ത്യ എന്ത് ചെയ്യുന്ന അറിയാം, നമ്മുടെ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് സബ്സിഡി കൊടുത്തു പൾസിന് വേണ്ടിയിട്ട്. അപ്പം ആൾക്കാർ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് സംഭവങ്ങളൊക്കെ വെട്ടി ദൂരെ കളഞ്ഞിട്ട് പകരം പൾസ് കൃഷി ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ പൾസ് പ്രൊഡക്ഷൻ കൂടി. എത്ര 25 മില്യൺ ടൺസ്. ഇത് അഗ്രികൾച്ചറിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് കേട്ടോ. അത് നമ്മൾ അഗ്രികൾച്ചർ പഠിക്കുന്നുണ്ടോ. മില്യൺ ടൺസിലേക്ക് പൾസ് പ്രൊഡക്ഷൻ കൂടി. അപ്പോൾ എന്നാണെന്നറിയോ, ഇന്ത്യ പടയെന്ന് ഇങ്ങോട്ട് വരുന്ന രാജ്യം പൾസ് ഇമ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നേരത്തെ അതായത് സ്വാതന്ത്ര്യം പ്രാപിച്ചു തൊട്ട് ഇന്ന് വരെ ഇന്ത്യക്ക് പൾസ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങളുടെ മേളിൽ ബാൻ ഏർപ്പെടുത്തി. ബാൻ എന്ന് പറഞ്ഞാൽ എന്താ, നിരോധനം ഏർപ്പെടുത്തി. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, അവരുടെ പൾസെല്ലാം വെറുതെ പോയി. കർഷകരൊക്കെ പൾസൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വെറുതെ എടുത്ത് പല പശുവിനും കൊടുത്താണ്. അപ്പോൾ അങ്ങനെ ആ രാജ്യങ്ങളെല്ലാം WTO പോയി. ഇന്ത്യക്ക് വരുന്ന ഞങ്ങൾ ഇന്ത്യയെ മാത്രം പ്രതീക്ഷിച്ച് നട്ട പൾസാണ്. ഈ പൾസൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട, ഞങ്ങൾ ഇനി എന്നാ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാനഡയൊക്കെ പ്രതിഷേധം കൊടുത്തു. അപ്പം ഈ ഇന്ത്യ കേസ് വിജയിക്കുകയോ പരാജയപ്പെട്ട കേസ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റമായിരുന്നു പൾസ്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 2 മില്യൺ ടൺസൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തെ ഞാൻ ഓരോ പൾസിൻ്റെയും പേര് മറന്നുപോയി, വായിലിങ്ങനെ വരുന്നുണ്ട്, നാക്കിൻ്റെ തുമ്പത്ത് വരുന്നുണ്ട്. മധ്യപ്രദേശിലെ ഒരു ഐറ്റം ഉണ്ട്, അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൾസ് ഐറ്റം, മറന്നുപോയി എൻ്റെ പേര്. അവർ ഹിന്ദി പറയുന്ന വേറെന്താ പേരാണ്, നമ്മളിപ്പം വേറെ ഇംഗ്ലീഷിൽ വേറൊരു പേരാണ്, മലയാളത്തിൽ വേറൊരു പേരായിരിക്കും. Okay, so that is about the pulses, one of the India's import item in the agriculture, among agriculture commodity. Second item is edible oil. Edible oil ഇന്ത്യ ഒരു കാരണവശാലും എന്തൊക്കെ സബ്സിഡി കൊടുത്താലും ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, പാലക്കാട് പോവുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഏരിയ പോവുകയാണെങ്കിൽ കുറച്ച് മരങ്ങൾ കാണാം, എണ്ണപ്പനകൾ കാണാം. പാം ഓയിൽ ട്രീസ് കാണാം. അതിലൊക്കെ കായുണ്ടോ? കായില്ല. വളരെ ചെറിയ കാര്യം പറഞ്ഞാൽ ട്രോപ്പിക്കൽ ആണെങ്കിൽ പോലും അത് കായില്ല. മലേഷ്യ ഉണ്ടാകുന്ന പോലെ കായില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ പാം ഓയിൽ ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ എഡിബിൾ ഓയിലല്ല. വെളിച്ചെണ്ണ WTO അകത്ത് ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമായിട്ടാണ് വെളിച്ചെണ്ണയെ WTO ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മളതിനെ എഡിബിൾ ഓയിലായിട്ടാണ് കേരളക്കാർ ഉപയോഗിക്കുന്നത്. അപ്പം WTOയുടെയും ലോകത്തിൻ്റെയും ക്ലാസിഫിക്കേഷനിൽ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ കൊള്ളാത്ത ആയിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ എഡിബിൾ ഓയിലിൻ്റെ അകത്ത് അത് വിടുന്നില്ല. പകരം ഉള്ള ഓയിലൊക്കെ പാം ഓയിൽ, പിന്നെ അങ്ങനെ കുറേ ഓയിലുണ്ട് അറിയാലോ, സോയാബീൻ ഓയിൽ, ഇതൊക്കെയാണ് അവർ പറയുന്നത്. നോർത്ത് ഇന്ത്യയിലാണ് ഈ കടുകെണ്ണ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന എഡിബിൾ ഓയിലാണ്, പൾസസ് അല്ല. എഡിബിൾ ഓയിൽ ഇന്ത്യ എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യും? മലേഷ്യയിൽ നിന്നായിരുന്നു. മലേഷ്യയിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് എന്താ പറയുന്നത്, ഒത്തിരി കാര്യങ്ങളിൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെട്ടോടുകൂടി അവിടെ മഹാതിർ മുഹമ്മദ് എന്നൊരു പ്രൈം മിനിസ്റ്റർ മലേഷ്യക്ക് കയറി ഇന്ത്യ ബാൻ ഏർപ്പെടുത്തി. പിന്നെ ഇന്തോനേഷ്യ എന്നാണ് വരുന്നത് പാം ഓയിൽ. അപ്പം പാം ഓയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ജനങ്ങൾ ഇത്ര ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ റേഷൻ കടയുടെ പാം ഓയിൽ കിട്ടുന്നില്ലേ? പാം ഓയിലിന് വില കുറവ്. അതേസമയം നമുക്ക് സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞ ഓയിലുണ്ട്.
സൺഫ്ലവർ ഓയിലിൻ്റെ യഥാർത്ഥ വില 10-250 രൂപ ആകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് അതിൻ്റെ 100 രൂപയ്ക്ക് കിട്ടുന്നതാണ്. സൺഫ്ലവർ ഓയിലൊന്നുമല്ല, വേറെന്താ സംഭവം. അപ്പോൾ പാം ഓയിൽ പക്ഷേ അങ്ങനെ അല്ലെന്നൊക്കെയാണ് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. പാം ഓയിലിന് അത്രയൊക്കെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളൂ. അപ്പോൾ പാം ഓയിൽ ഈസ് ഓക്കെ. ഐ തിങ്ക് പാം ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എന്തെങ്കിലും ഐറ്റങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് വേണ്ടെന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ ഗ്ലോബൽ മാർക്കറ്റിൽ വില ഇടിഞ്ഞു പോകും. കാരണം ഇത്രയും ജനങ്ങളല്ലോ ആണല്ലോ. ഇത്രയും ജനങ്ങളെ രാജ്യം ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സാധനത്തിൻ്റെ വില ഗ്ലോബലി ഇടിഞ്ഞു പോകും. ഇത് എന്തിനും ഒരു ഷുഗർ പഞ്ചസാര നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കുമല്ലോ. ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പഞ്ചസാരയൊക്കെ ഇട്ട്. അപ്പോഴായിരിക്കും ഞാനിതൊക്കെ പറയുന്നത്. പഞ്ചസാരയൊന്നും ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ കൊള്ളില്ല, വെളുത്ത് വിഷമെന്നാണ് പറയുന്നത്. ഇന്ത്യക്കാർ മാത്രം ഇതുപോലെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ബ്രസീലിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഇടയ്ക്കൊക്കെ ബാൻ ഏർപ്പെടുത്തും. ഇവിടെ പഞ്ചസാര കുറവായിരിക്കുമ്പോൾ മാത്രം നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അതിനൊക്കെ ഒത്തിരി പൊളിറ്റിക്സ് ഉണ്ട്. ഷുഗർ കെയിൻ ഇൻഡസ്ട്രീൻ്റെ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശിലും ബീഹാറിലുമാണ്. എന്ത് ഭയങ്കര ലോബിങ്ങാന്ന് പറയാതെ. അവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡി 6000 കോടി ചുമ്മാ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത് കൊടുക്കും. സബ്സിഡിയുടെ കാര്യം പറഞ്ഞത് പത്രത്തിൽ ചെറിയ വാർത്തയായിട്ട്, ഇത്രയും കുഞ്ഞു വാർത്തയായിട്ട്. ഇതാണ് പത്രമെങ്കിൽ ഇത്രയും കുഞ്ഞു വാർത്തയായിട്ട് വരും. 6000 കോടി എന്ന് പറയുന്നത് അത്രയും രൂപ ഗവൺമെൻറ് കൊടുക്കും. അത്രയും പ്രധാനപ്പെട്ട ഒരു ആൾക്കാരാണ് ഷുഗർ ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ല മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറഞ്ഞതിൻ്റെ വില കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഭയങ്കര, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി ഭയങ്കര. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് agriculture goods, India's imports very low. Vegetable oil is the largest agriculture import, followed by fruits and vegetables. ഫ്രൂട്ട്സ് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ആപ്പിൾ കണ്ടിട്ടുണ്ടോ? ആപ്പിളിൻ്റെ അവിടെ ഒരു സ്റ്റിക്കർ, പിന്നെ ആപ്പിൾ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഒരു നെറ്റ്. ആ നെറ്റെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ആപ്പിളിൻ്റെ നെറ്റ് എന്താണ്? കൊതുവലയുടെ നെറ്റാണ്. അവിടുത്തെ ആപ്പിളിൻ്റെ നെറ്റാണ് എന്താണ്? നല്ല രസമുള്ള നല്ല തുണി കൊണ്ട് ഉണ്ടാക്കി കുത്തിരി നെറ്റ്. കണ്ടിട്ടുണ്ടോ? തുണി നല്ല വേറെന്താ സിന്തറ്റിക് മെറ്റീരിയൽ. അതിനകത്ത് ആപ്പിൾ ഇരിക്കുമ്പം തന്നെ നമ്മൾ ഡ്രസ്സ് പോലും അത്ര നല്ല മെറ്റീരിയൽ ഇടിയില്ല. അങ്ങനെയുള്ള ആപ്പിൾ, ഒരാളുടെ ആപ്പിളിന് 450 രൂപ. എവിടെ നിന്നാണ് വരുന്നത്? ഓസ്ട്രേലിയയിൽ നിന്ന് വരും. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ആപ്പിൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആഗ്രഹിച്ചിട്ടല്ല, അമേരിക്ക ഇന്ത്യയെ പേടിപ്പിച്ചു. WTOയിൽ ഇന്ത്യ ഫ്രൂട്ട്സിനെതിരെ ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇമ്പോർട്ടിനെതിരെ ഞങ്ങളുടെ ആപ്പിൾ നിങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും അവസാനം ഇന്ത്യ ആപ്പിൾ സ്വീകരിച്ച്. ആ ആപ്പിൾ നമ്മൾ മേടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സാധാരണ ആപ്പിളിൻ്റെ മുകളിലൂടെ ഒരു കുത്ത് കാണും, ഒരു ചതഞ്ഞ പാട്, എന്തോ മരുന്ന് കുത്തുന്ന. ഈ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആപ്പിൾ എത്ര എടുത്ത് നോക്കിയിട്ട് അതിലൊരു കുത്തു പോലും കണ്ടില്ല. ആപ്പിൾ 3 ദിവസം ഇരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആശങ്കകളൊക്കെയാണ്. പക്ഷേ എനിവേ ഇന്ത്യ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് വിചാരിച്ചോണം. ഇതൊന്നും ഇന്ത്യക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യയുടെ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് എന്തെന്നറിയോ? മാംഗോ എന്ന് പറഞ്ഞാൽ മാങ്ങ എന്നുള്ള പേര് വരും മലയാളത്തിൽ നിന്നാണ് വന്നത്. അപ്പം മാങ്ങ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നുള്ളതായിരിക്കും എൻ്റെ ഒരു ഒറ്റബുദ്ധിക്കുള്ള ഒരു റിസർച്ചിൽ നിന്ന് കിട്ടിയ കണ്ടുപിടുത്തം. അപ്പോൾ ഈ മാങ്ങയുണ്ടല്ലോ, മാങ്ങ നമ്മുടെ നാടൻ മാങ്ങയില്ലേ, കാട്ടുമാങ്ങ എന്ന് പറയും ഈ ഇടുക്കിയിലുള്ളവർ. ഇപ്പം നമ്മുടെ മനീഷയുടെയൊക്കെ പറയുകയാണെങ്കിൽ അവരെന്നെ കാട്ടുമാങ്ങ. ഒരു കൊലയിൽ ഇങ്ങനെ കുറച്ച് കുഞ്ഞിക്കാൻ ഇങ്ങനെ കുറേ, അതാണ് നമ്മുടെ ഒറിജിനൽ മാങ്ങ. അതിൽ നിന്നും ഇങ്ങനെ മാറിപ്പോയി നമ്മൾ കാണുന്ന മാങ്ങയല്ല. ശരിക്കും ഈ വൈൽഡ് വെറൈറ്റിയാണ് മാങ്ങ നമ്മുടെ കേരളത്തിൽ. മാങ്ങ ഭയങ്കരമായിട്ട് എക്സ്പോർട്ട് ആയിട്ട് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ എല്ലാ തരത്തിലുള്ള ആപ്രിക്കോട്ട് പോലെയുള്ള സാധനങ്ങൾ വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്ര ക്ലൈമറ്റ് വെറൈറ്റി ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ഉൽപ്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ അത്ര ഭയങ്കരമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മളെല്ലാം ഭയങ്കര വിഷത്തിലാണ് ഉണ്ടാക്കുന്നത്. ആ വിഷം വിദേശികൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഫ്രൂട്ട് ഇറക്കുമതി ചെയ്യാൻ ആരും തയ്യാറല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഫ്രൂട്ട്സ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. എന്താണെന്നറിയോ? അവകാഡോ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചു കേട്ടോ. എനിക്ക് ഒരു കൊച്ചു കൊണ്ട് തന്നു. എന്നിട്ട് ഞാനത് കിട്ടിയ ഫ്രൂട്ട് എന്താ കഴിച്ചാലും അതൊക്കെ പാകും ചെയ്യുക. പാകി 2 ആൾ പോയപ്പോൾ അതിൻ്റെ ചുറ്റും തൊലി കാർന്നത് ഉണങ്ങിപ്പോയി. ഇല്ലെങ്കിൽ അത് ഭയങ്കര സൂപ്പറായിട്ട് ഇഷ്ടംപോലെ കാര്യം ഉണ്ടായിരുന്നു. അവകാഡോ കഴിക്കേണ്ടി കേട്ടോ. സാധാരണ നമുക്ക് കിട്ടുന്ന അവകാഡോയ്ക്ക് ഇത്ര മുഴുപ്പാണ്. റിലയൻസിൽ നിന്ന് കിട്ടുന്ന അവകാഡോയ്ക്ക് ഇത്ര മുഴുപ്പാണ്. കപ്പളങ്ങ പോലെ ഇരിക്കും. അത് തിന്നു കഴിഞ്ഞാൽ 1 രൂപയ്ക്കും കൂടുതലല്ലേ. നമുക്ക് എനിക്ക് ആ കൊച്ചു കൊണ്ടുവന്ന അവകാഡോ തിന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. അതിൻ്റെ രുചി അത്ര നല്ലതാണ്. നല്ല അവകാഡോയ്ക്ക് 100 കണക്കിന് പലതരത്തിലുള്ള വെറൈറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. സോ ഓൾ സച്ച് ഫ്രൂട്ട്സ് ആർ ഡൂയിങ് ഇൻ ഇന്ത്യ. ഈസ്റ്റ് ഏഷ്യയുള്ള ഫ്രൂട്ട്സ് ഇന്ത്യ വളരും. സ്റ്റാർ ആപ്പിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഈസ്റ്റ് ഏഷ്യ വളരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ കൊണ്ടേ നഴ്സറി എന്ന് പറഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്കും കായ്ച്ച് കഴിഞ്ഞ് ഗൂഗിളിൽ നോക്കി സംശയത്തോടെ ഞാൻ തന്നെ കഴിച്ചു. അത് ഞാൻ വീട്ടുകാർ കഴിച്ചത്. അപ്പോൾ അതിങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ പഴം നല്ലൊരു തണുപ്പുണ്ട്. അങ്ങനെ ഒത്തിരി ഈസ്റ്റ് ഏഷ്യയിലുള്ളത്, ആഫ്രിക്കയിലുള്ള, ലാറ്റിൻ അമേരിക്കയിലുള്ളത്, എന്തിന് തണുപ്പുള്ള യൂറോപ്പിലുള്ള അഗ്രികൾച്ചർ ഫ്രൂട്ട്സായിട്ട് ഇന്ത്യ വളരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫ്രൂട്ട്സ് എക്സ്പോർട്ട് ചെയ്യാൻ
ഇന്ത്യക്ക് തീരെ മേടിക്കില്ല. കാരണം ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. ആൾക്കാർക്ക് വിശ്വാസമില്ല. യൂറോപ്യൻസ് ആണ് ഇതൊക്കെ മേടിക്കുന്നത്, അവർക്ക് വിശ്വാസമില്ല. ഓക്കെ, നോ ഇന്ത്യയിലെ ഇമ്പോർട്ട് കോമ്പോസിഷൻ എന്താണെന്ന് നമ്മൾ നോക്കുക. ഇത് ഒരിക്കലും മറക്കരുത്. ഇന്ത്യ ഇമ്പോർട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ക്രൂഡ് ഓയിൽ 28%. ഇത് മില്യനിലാണ് കേട്ടോ, 28%. പിന്നെ നമ്മൾ തൊട്ടടുത്തേക്ക് മെഷീനറി, ഇലക്ട്രിക്കൽ, നോൺ ഇലക്ട്രിക്കൽ മെഷീൻ ടൂൾസ് 8%. അപ്പോൾ അത് 8% അല്ല, 8% ഇലക്ട്രോണിക് ഗുഡ്സ് ഉണ്ടല്ലോ. നിങ്ങൾ ആ ടേബിൾ കാണുകയാണെങ്കിൽ എന്നെ കുറ്റം പറയുന്നതാണ്. ഇലക്ട്രോണിക് ഗുഡ്സ് കാണാൻ മറന്നു. 1, ഇത് 2 കണ്ടോ? നമ്മളിരിക്കുന്ന ലാപ്പും നമ്മളിരിക്കുന്ന മൊബൈൽ ഫോണും ഒക്കെ ഇതിൻ്റെ അകത്ത് വിടുന്ന എൻ്റെ ഇരിക്കുന്നത്. നമ്മളെല്ലാം വേറെ നിവൃത്തിയില്ലല്ലോ, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രിയുടെ പരാജയമൊക്കെ. അപ്പോൾ ഈ 2ാം സ്ഥാനം ഇലക്ട്രോണിക് ഗുഡ്സ് 11%. $52 ബില്യൺ ഇവിടെ ഒരു കുത്തിട്ട ബില്യൺ US ഇമ്പോർട്ട് ഇന്ത്യ ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ അകത്ത് ഇരിക്കുന്നത്. നിങ്ങളിരിക്കുന്ന റെഡ്മി, എൻ്റെ ഇരിക്കുന്ന ഫോണും എല്ലാം, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന എല്ലാ സാധനം ഞാൻ ഇതിനു വേണ്ടി മേടിച്ചേക്കുന്ന സംഭവത്തിൻ്റെ പേര് എന്താണെന്ന് അറിയുക? നിങ്ങളെ ക്ലാസ് പഠിപ്പിക്കാൻ വേണ്ടി മേടിച്ചിരിക്കുന്ന സാധനത്തിൻ്റെ പേര് വാക്കോം എന്നാണ്. വാക്കോം സിൻഡിക് പ്രോ എന്നാണ് അതിൻ്റെ പേര്. അത് ഇവിടെയൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അത് അമേരിക്കയിലും കണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹോങ്കോങ്ങിൽ കണ്ട് വന്നാൽ അത് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് പ്രോഡക്റ്റ് ആട്ടോ. അതൊക്കെ നമുക്ക് ഇവിടെ ഇന്ത്യ ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് മാത്രമല്ല, നല്ല മെക്കാനിക്കൽ കീബോർഡ് ഞാൻ നിങ്ങളോട് വന്നില്ല. മെക്കാനിക്കൽ കീബോർഡ് അത് നമുക്ക് കീബോർഡിന് 6500 രൂപ. അപ്പോൾ ആ കീബോർഡൊക്കെ നല്ല ടൈപ്പിംഗ് അങ്ങനെ എഴുതുന്നതിനേക്കാളും സ്പീഡാണ് ടൈപ്പിങ്. അങ്ങനെയുള്ള കീബോർഡ് ടൈപ്പിംഗ് അറിയണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ പ്രൊഡക്റ്റ് എല്ലാം വിദേശത്താണ് വരുന്നത്. നല്ല പ്രൊഡക്റ്റ് നിങ്ങൾ ആമസോണിൽ നോക്കി എല്ലാം വിദേശത്താണ് വരുന്നത്. അതിങ്ങനെയാണ് വരുന്നത് ഇലക്ട്രോണിക് ഗുഡ്സ്. അപ്പം നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കതിനെ സംബന്ധിച്ചുള്ള ഒരു കൺസേണാണ് 52. ഇതൊന്നും പണ്ട് 52 അല്ലായിരുന്നു. പണ്ട് മൊബൈൽ ഫോണില്ലല്ലോ, കമ്പ്യൂട്ടർ കുറച്ചൊക്കെ അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. ബേസിക്ക് നമ്മൾ ടി വി ആണ് ഏറ്റവും വലിയ ഇലക്ട്രോണിക് പ്രോഡക്റ്റ്. അപ്പോൾ അങ്ങനെ നോക്കും. ഇപ്പോൾ ടി വി പോലും ഇന്ത്യ ഉണ്ടാക്കുന്നത് ഇല്ല. ഒറ്റ ടി വി കമ്പനികളുണ്ടോ? ഇല്ല. ഇലക്ട്രോണിക്സിൽ നമുക്ക് എന്താണ് പറ്റിയത്? അപ്പോൾ ബേസിക്കായിട്ട് യാതൊരു ഡെവലപ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇനി ഭാവിയിലും ഇലക്ട്രോണിക്സ് എല്ലാം ഗാഡ്ജറ്റ്സ് എല്ലാം വിദേശത്താണ് വരുന്നത്. ഓക്കെ, നൗ ഇലക്ട്രോണിക്സ് 2ാം സ്ഥാനം. പിന്നെ ഏതാണ്? മെഷീനറി, ഇലക്ട്രിക്കൽ, അതെല്ലാം കൂടെ 3ാം സ്ഥാനം 8%. പിന്നെ നമുക്ക് വേണമെങ്കിൽ കോള് ഏറ്റവും കൂടുതൽ കോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയായിരുന്നു. ഇപ്പം കോള് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ചൂടുള്ള കോളില്ല. ആന്ത്രസൈറ്റ് വിറ്റമിൻസ് അങ്ങനെ പേര് ഞാൻ പറഞ്ഞത് ആന്ത്രസൈറ്റ് കോളായിരിക്കും. അത് ഇന്ത്യ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. കിട്ടിയില്ലോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി ഇതിങ്ങനെ ടേബിൾ വെച്ച് പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഓർക്കാനും പറ്റും, പരീക്ഷയ്ക്ക് നമുക്ക് എഴുതി വെക്കാനും പറ്റും. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ. എങ്ങനെ? ക്രൂഡ് ഓയിൽ 28%. ഇലക്ട്രോണിക് ഗുഡ്സ് ഇങ്ങനെ ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്നുണ്ട്, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. മെഷീനറി, പിന്നെ കെമിക്കൽസ് ഉണ്ടല്ലോ, കെമിക്കൽസ് വളം ഉൾപ്പെടെ. കോൾ അവിടെ കിടക്കട്ടെ. കെമിക്കൽസ് വളം ഉൾപ്പെടെ. പേൾസ് ഇതുണ്ടോ? ഈ സംഭവം മറക്കരുത്. എന്തുകൊണ്ടാണ് ഈ കെമിക്കൽസ് 2% ഉള്ളൂ കേട്ടോ. അങ്ങനെയല്ല, അത് കെമിക്കൽ മാത്രമല്ലല്ലോ, ഇതാണ്ട് കിടക്കും ഈ 4% കൊണ്ട്. ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് ഇതൊക്കെ വെച്ചാൽ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഉണ്ടാക്കുന്നത്. പിന്നെ അതല്ലാതെ വളം, ഫെർട്ടിലൈസർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളം ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യ കേട്ടോ. എല്ലാത്തിൻ്റെ ഇമ്പോർട്ട് നമ്മളാണ്. ഈ വളം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ ഇന്ത്യ ഇങ്ങനെ നോക്കിയിരിക്കുക. അവിടെയൊക്കെ മണ്ണിൽ നിന്ന് കൊണ്ട് ഉപയോഗിച്ചെടുക്കുന്ന ഫോസ്ഫാറ്റിക് സാധനമൊക്കെ നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളം യൂറിയയാണ്. അതാണെങ്കിൽ ഹെൽത്തിന് ഭയങ്കര മോശം. ഈ കായൊക്കെ ഉണ്ടല്ലോ, 50 ഗ്രാം തൂക്കമുള്ള 100 ഗ്രാമായിട്ട് വളരണമെങ്കിൽ യൂറിയയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനെ സംഭവിക്കുന്നില്ല. പക്ഷേ അത് ഭയങ്കര മോശം. ഇത് വളമല്ല യൂറിയ എന്ന് പറഞ്ഞാൽ, ഭയങ്കര മോശമാണ്. ഹെൽത്തിന് ഭയങ്കര മോശമാണ്. എല്ലാവരും യൂറിയ ഉപയോഗിക്കുന്നത്. ശരിക്കും ബേസിക് എലമെൻ്റ് ആയിട്ടുള്ള വളം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ഭയങ്കര കുറച്ചാണ്. എന്നാൽ സബ്സിഡി ചെയ്യാൻ ഗവൺമെൻറ് യൂറിയയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എത്ര കാര്യങ്ങളാണെന്ന് അറിയാം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അറിയാം, പേൾസ് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ്. ഇത് സ്വർണ്ണം, പേൾസ് ഇല്ല, രത്നമൊക്കെ. രത്നം, കിളിമഞ്ചാരോ എന്ന് പറഞ്ഞ ഒരു പർവ്വതമുണ്ട്, കേട്ടിട്ടുണ്ടോ? കിളിമഞ്ചാരോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ സ്വർണ്ണഖനികളുണ്ട്. അപ്പം കിംബർലി എന്ന് പറഞ്ഞ മൈനുണ്ട്. പരീക്ഷയ്ക്ക് വെച്ചാൽ എഴുതേണ്ടി കേട്ടോ. ഒരു സെക്കൻഡേ. ഓക്കെ, അപ്പോൾ അവിടെ നിന്നൊക്കെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ വഞ്ചനങ്ങൾ ഇറക്കാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. ജെംസ് എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യും. എന്നിട്ട് എന്തായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും? ജെംസ് ആൻഡ് ജ്വല്ലറി ആയിട്ട് എക്സ്പോർട്ട് ചെയ്യും. എന്തായിട്ട് എക്സ്പോർട്ട് ചെയ്യും? ജെംസ് ആൻഡ് ജ്വല്ലറി ആയിട്ട് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജെംസ് ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇപ്പോൾ ചൈന നമ്മൾ ഏറ്റുപിടിക്കാൻ തുടങ്ങി. ചൈനക്കാർ സ്വർണ്ണം ഇട്ട് കഴിഞ്ഞാൽ സ്വർണ്ണം ഉണ്ടെന്ന് കാണാൻ പറ്റില്ല, അവരുടെ കളറതാണല്ലോ. പക്ഷേ ഇന്ത്യക്കാരിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ്. അപ്പോൾ ഇന്ത്യക്ക് ഭയങ്കര ഡിസൈനിങ് ഇൻഡസ്ട്രി ഉണ്ട്, ഭയങ്കര നല്ല ഡിസൈനിങ്. ഇന്ത്യയുടെ ഡിസൈനിങ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ഇതാണ് വാല്യൂ ആഡൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം.
ഇഷ്ടംപോലെ ഐറ്റങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഫിനിഷ് ചെയ്ത് ക്വാളിറ്റിയൊക്കെ അപ്പം അങ്ങോട്ട് മാറ്റി, ക്വാളിറ്റി അല്ല അതിൻ്റെ ലുക്കൊക്കെ മാറ്റി മുകൾ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ സ്റ്റൈലിലങ്ങ് ആക്കിയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ പേൾസ്, പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് സെമി പ്രഷ്യസ് സ്റ്റോൺസ്. ഓക്കെ, പിന്നെ അതല്ലാതെ എന്താണെന്നറിയോ, കെമിക്കൽസ്. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഒരല്പം ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിലുള്ള പിന്നെ വളമൊക്കെ ഇതിനകത്തുണ്ട്. പെട്രോളിയം ആൻഡ് ക്രൂഡ് അത് നമ്മൾ കണ്ടല്ലോ 28%. അപ്പോൾ അതിൻ്റെ അതുപോലെ നമ്മൾ കുറച്ച് വാല്യൂ അഡീഷൻ നടക്കണം. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുകയോ പിന്നെ പെട്രോളിയം പ്രോഡക്റ്റ്സ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ കിട്ടില്ല. ഫെർട്ടിലൈസർ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നു കേട്ടോ. ഫെർട്ടിലൈസർ, ക്രൂഡ് ആൻഡ് മാനുഫാക്ചേർഡ് അങ്ങനെയുണ്ട്. ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്ന കെമിക്കൽസും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കിട്ടിയല്ലോ. വേറെ ഒന്നും നമുക്കിത് പറയാനില്ലല്ലോ. ഫ്രൂട്ട്സൊക്കെ ഉണ്ടോ? ഇല്ല, ഫ്രൂട്ട്സൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഉണ്ടോ? ഇല്ലേ. വെജിറ്റബിൾ ഓയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് അയൺ ആൻഡ് സ്റ്റീൽ. അയൺ ആൻഡ് സ്റ്റീൽ ഉണ്ടോ? 3%. ഭയങ്കര കോമഡിയാണ്. നിങ്ങൾ കേട്ടോ, ഇന്ത്യ അയൺ ഓർ എക്സ്പോർട്ട് ചെയ്യും. ഇരുമ്പ് അയിര് കാരണം ഇരുമ്പ് അയിര് കയറ്റുമതി ചെയ്യും. എന്നിട്ട് അതുപയോഗിച്ച് വേറെ ആമ്പിള്ളേർ സ്റ്റീലുണ്ടാക്കി അവരെ നമ്മൾ സ്റ്റീൽ മേടിക്കും. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. എവിടെയാണ് അത് കിടക്കണേ? ഇട്ടുപോയി. ഇതാണ് അയൺ ആൻഡ് സ്റ്റീൽ. അപ്പോൾ അത് നമ്മുടെ ഒരു പ്രശ്നമാണ്. നമുക്ക് അയൺ ആൻഡ് സ്റ്റീൽ നല്ല ക്വാളിറ്റിയുള്ള അയൺ ആൻഡ് സ്റ്റീൽ ചില ഉദാഹരണം പറയുകയാണെങ്കിലേ നമ്മൾ നല്ല ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വണ്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന കൂട്ട് അയൺ ആൻഡ് സ്റ്റീൽ നമ്മളിവിടെ ഉണ്ടാക്കുന്നില്ല. അത് വിദേശം ഉണ്ടാക്കുക നല്ലത്, അങ്ങനെയുള്ള അയൺ സ്റ്റീൽ. ഓക്കെ, അപ്പോൾ മക്കളെ ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. ട്രാൻസ്പോർട്ട് എക്യുപ്മെൻറ്റ് ഉണ്ടോ? വണ്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് എക്യുപ്മെൻറ്റാണ്, വണ്ടിയല്ലേ. ട്രാൻസ്പോർട്ട് എക്യുപ്മെൻറ്റ്സ് ഇന്ത്യ ഒത്തിരി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് 1% മാത്രമേ ഉള്ളൂ. മെഡിസിനൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ഗോൾഡ് 6%. അമ്പടാ, ഗോൾഡിനെ കാണാൻ മറന്നുപോയി നമ്മൾ. ഗോൾഡ് മറ്റെന്തിനേക്കാളും കൂടുതൽ ഗോൾഡ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പം പറഞ്ഞ എല്ലാ 5നും മുന്നോട്ട് 8 കഴിഞ്ഞാൽ പിന്നെ ഗോൾഡാണ്. കണ്ടോ, 6%. $28 ബില്യൺ ഗോൾഡ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. $28 ബില്യൺ. ഗോൾഡ് തീരെ കുറവല്ല. ഗോൾഡിന് എത്ര സ്ഥാനം കൊടുക്കാൻ പറ്റും? ഗോൾഡിന് ഒരു 4 സ്ഥാനം. 1 28 1 ഇതെന്താണ്, ഇലക്ട്രോണിക് ഗുഡ്സ് 2, ക്യാപിറ്റൽ ഗുഡ്സ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 8%. 3 ഗോൾഡിന് 4 സ്ഥാനം കൊടുക്കാൻ പറ്റും അല്ലേ? ഗോൾഡിന് 4 സ്ഥാനമാണ്. ഇപ്പം മനസ്സിലായാലോ ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ട് കോമ്പോസിഷൻ എന്താണെന്ന്. നമുക്ക് ഓർത്തിരിക്കാൻ കുഴപ്പമില്ല. ഞാനിങ്ങനെ പറയും, എന്താ പറയുക, ക്യൂരിയസ് കേസുകൾ നിങ്ങൾക്കൊരു കോമഡി എന്നൊക്കെ രീതിയിലൊക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്നും ഓർത്തിരിക്കില്ല. വെറുതെ ഓരോ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ത്യയുടെ ഇമ്പോർട്ട് ഐറ്റം ഇതൊക്കെയാണ്. ഓക്കെ, 4 സ്ഥാനം ഗോൾഡ്. പിന്നെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വിലയായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട്. ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ബില്ല് 87,105. മനസ്സിലായല്ലോ. അപ്പം കഴിഞ്ഞ കൊല്ലം 140 ഉണ്ടോ, 514 ഏറ്റവും കൂടുതൽ വന്നത്. അന്നേരം 140 ബില്യന് ചിലവാക്കി. ഓക്കെ, 490 അതിന് മുമ്പ് വന്നിട്ടുണ്ട്. അന്നേരം എന്നാണെന്നറിയാം, ടോട്ടൽ ബില്ല് ഇമ്പോർട്ട്. ഓക്കെ, ടോട്ടൽ ഇമ്പോർട്ടില്ല കേട്ടോ. 514, 140, 470, 130, 28%. ടോട്ടൽ ഇമ്പോർട്ടിലാണ്. ഓക്കെ, ടോട്ടൽ ഇമ്പോർട്ടിൽ 3/1 30%, 28% എന്താണ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിലാണ്. ഓക്കെ, ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിൻ്റെ ഒരു സൈസ്. ബാക്കി ഒരു ടേബിളും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ വിട്ട് കളഞ്ഞ അവിടെ. അതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നതനുസരിച്ച് ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പോർട്ട് ബില്ല് കൂടുന്നുണ്ടോ എന്നൊക്കെ അനുസരിച്ച് അങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കിയായിരുന്നു. അത് ഞാൻ തൽക്കാലം അവിടെ നിന്ന് ഒഴിവാക്കി. നിങ്ങൾക്ക് അത്രയും അറിയേണ്ട ആവശ്യമില്ലെന്ന്. ഇമ്പോർട്ട് ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ്. അപ്പോൾ 2012-13 6.7% ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 11% കൂടി. ഓക്കെ, 55 ബില്യനായിരുന്നു 2018-19. ഇപ്പോൾ 52 ബില്യനായി. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ക്രൂഡ് ഓയിൽ നമ്മൾ ഇനി ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ഇമ്പോർട്ടിങ് കൂടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടി വരും കേട്ടോ. പിന്നെ ഇലക്ട്രോണിക് ഇമ്പോർട്ട്സ് ഇൻ ഇന്ത്യ കണ്ടോ, വാല്യൂവിന് 27, 34, 33, 32, 36, 40, 42, 51, 55, 52. കഴിഞ്ഞ കൊല്ലം മാത്രമേ കുറഞ്ഞുള്ളൂ. 7 നിന്ന് 11 ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് കൂടി. ഏതിൻ്റെ? ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ. ഇപ്പോൾ കിട്ടില്ല. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടുന്നുള്ളൂ. ഞാൻ നോട്ട് എവിടെ ഇട്ടിട്ടുണ്ട്? ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ഇടയ്ക്കൊന്ന് ഫോണാണ് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പീഡിലൊന്ന് മറിച്ച് നോക്കിയേക്കണം കേട്ടോ. പിന്നെ ക്രൂഡ് പ്രൈസും ക്രൂഡ് ഇമ്പോർട്ട് ബില്ലും കണ്ടോ, കോറിലേഷൻ കണ്ടോ, മനസ്സിലായല്ലോ. ആവറേജ് ബെൻഡ് ക്രൂഡ് പ്രൈസ് കുറയുന്നതും കൂടുന്നതനുസരിച്ച് ക്രൂഡിൻ്റെ ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് കൂടുകയും കുറയുകയും ചെയ്തു. ആ ഈ ടേബിളാണ് ഞാൻ മുമ്പേ തെറ്റിദ്ധരിച്ച് പറയാൻ നോക്കിയിരുന്നത്. ഇതുണ്ടോ, ബ്രെൻഡ് ക്രൂഡ്. ബ്രെൻഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ബ്രെൻഡ് UK എൻ്റെ വിശ്വാസം. അവിടുത്തെ ഒരു ക്രൂഡ് ബാസ്ക്കറ്റാണ്.
അമേരിക്കയുള്ള WTI, വെസ്റ്റ് ടെക്സാസ് ഇൻ്റർമീഡിയറി എന്നതിന് അർത്ഥം. എക്സ്പാൻഷൻ അവിടെയുണ്ട് ക്രൂഡിൻ്റെ മാർക്കറ്റ്, അവിടുത്തെ വില ഇങ്ങനെയാണ്. പിന്നെ ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏതാണ്ട് 30%, വിദേശത്ത് 20%, വിദേശത്തെ 80%. അത് എനിക്കൊന്ന് മിഡിൽ ഈസ്റ്റിലെ പ്രൈസൊക്കെ വെച്ചിട്ടാണ് ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റിൻ്റെ വില തീരുമാനിക്കുന്നത്. ആ ക്രൂഡ് ബാസ്ക്കറ്റിൻ്റെ വില വെച്ചിട്ടാണ് ഇന്ത്യ ക്രൂഡ് പ്രൈസ് പെട്രോളിയം ഡീസൽ പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റ് എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, ടേബിൾ നമ്മൾ പ്രധാനപ്പെട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു. പിന്നെ അടുത്ത ഡയറക്ഷൻ ഓഫ് ഇന്ത്യസ് ട്രേഡ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അത് മതി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡയറക്ഷൻ എടുക്കാം. ഒരു സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇത്രയും കൊണ്ട് നിർത്താം. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് പിടിയിട്ട് കാണുമല്ലോ. ഇന്ത്യയുടെ ട്രേഡ് കോമ്പോസിഷൻ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് കോമ്പോസിഷൻ. അടുത്ത ക്ലാസ് നമ്മൾ എന്തെടുക്കും? ഡയറക്ഷൻ ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നു, എങ്ങോട്ട് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലോസ് ചെയ്തോട്ടെ. സ്റ്റോപ്പ്.